നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് എപ്പോഴും ആരാണ്? മാർക്കറ്റില് വലിയ പണം പമ്പ് ചെയ്യുന്ന ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമുക്ക് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സെന്റിമെന്റ് നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണം. അല്ലാത്തടത്തോളം നമ്മൾ ജസ്റ്റ് ക്യാൻഡിൽസ് മാത്രം റീഡ് ചെയ്തിരുന്നാൽ നമുക്കത് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ മാർക്കറ്റിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെന്റിമെന്റ് ഒക്കെ മനസ്സിലാക്കി ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ വിലയിരുത്താൻ ശ്രമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും. നമുക്ക് ആദ്യം തന്നെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഒരു മാർക്കറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ ഈ കാണുന്നത് ഓരോന്നും, ഇത് നമ്മുടെ നിഫ്റ്റിയാണ്. ഈ കാണുന്നത് ഓരോന്നും ഓരോ ദിവസമാണ് നമ്മുടെ മാർക്കറ്റിന്റെ. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരുപാട് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചെറിയ എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. ഡേ ടു ഡേ ബേസിസിൽ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ശ്രദ്ധിച്ചോളാം. നമ്മുടെ മാർക്കറ്റ് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ഈ ഒരു മാർക്കറ്റ് കണ്ടോ, ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ മാർക്കറ്റ് ഈ പോയിന്റിൽ എൻഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർക്കറ്റ് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പോയിന്റിൽ നിന്ന് എൻഡ് ചെയ്യുന്ന സമയത്ത് ആ എൻഡിങ് പോർഷൻ, ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതായത് അതിന്റെ എൻഡിങ് പോർഷൻ എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻഡിങ് പോർഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു മാർക്കറ്റിന്റെ അവസാനത്തെ 30 മിനിറ്റ്. ഓക്കെ, അപ്പൊ അത് മുൻപത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അവസാനത്തെ 30 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? അതായത് 3 മണി മുതൽ 3:30 വരെയുള്ള റേഞ്ച് മാർക്ക് ചെയ്യുക. ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാണ് സ്ലോലി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെറുതെ 3 മണി മുതൽ 3:30 വരെയുള്ള റേഞ്ച് മാർക്ക് ചെയ്താൽ പോരാ. നമ്മൾ അനലൈസ് ചെയ്യുന്ന എന്താണ് ഈ ടൈമിന്റെ പ്രത്യേകത? ഈ ടൈമിന്റെ പ്രത്യേകത എന്താണ്? ഒരു ദിവസം മൊത്തം, ഒരു ഡേ കംപ്ലീറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്തതിന് ശേഷം ആ മാർക്കറ്റിനെ അവസാനിപ്പിക്കുന്ന റേഞ്ച്, അതായത് ബിഗ് പ്ലേയേഴ്സ് തമ്മിൽ എഗ്രിമെന്റിൽ എത്തുന്ന റേഞ്ച് ആണ് ലാസ്റ്റ് 30 മിനിറ്റ്. അപ്പൊ ഈ ലാസ്റ്റ് 30 മിനിറ്റ്, ഓരോ ഡേയുടെ ലാസ്റ്റ് 30 മിനിറ്റും പരസ്പരം റിലേഷൻ ഉണ്ട്. ഇത് നമ്മൾ അറിയുന്നില്ല, ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പലരും ശ്രദ്ധിക്കുന്നില്ല. വളരെ സിമ്പിൾ ആണിത്. ശ്രദ്ധിച്ചോളാം, ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോളാ. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത്. ഒരു ദിവസം കംപ്ലീറ്റ് മാർക്കറ്റിനെ ബിഗ് പ്ലേയേഴ്സ് കൺട്രോൾ ചെയ്തതിന് ശേഷം അവര് ഒരു ദിവസം മാർക്കറ്റിനെ അവസാനിപ്പിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ആ മാർക്കറ്റിലുള്ള കംപ്ലീറ്റ് ബയേഴ്സ് സെല്ലേഴ്സും വന്നിട്ട് പറയുകയാണ്, ഈ പോയിന്റ് നമുക്ക് എന്താണ്, ഒരു ഫെയർ വാല്യൂ ആണ്, നമുക്ക് ഇവിടെ മാർക്കറ്റിനെ അവസാനിപ്പിക്കാം. ആരൊക്കെയാണ് എഗ്രി ചെയ്യുന്നത്? ബയേഴ്സും സെല്ലേഴ്സും ഒരു ദിവസത്തിന്റെ അവസാനം മാർക്കറ്റിലെ എഗ്രി ചെയ്യുന്ന ഏരിയ ആണ് ലാസ്റ്റ് 30 മിനിറ്റ് എന്ന് പറയുന്നത്. അതായത് 3 മണി മുതൽ 3:30 വരെയുള്ള ടൈം. ക്ലിയർ ആണല്ലോ? അപ്പോ ഈ ടൈം ഓരോ ദിവസവും ലാസ്റ്റ് ഈ അരമണിക്കൂർ ഉണ്ടല്ലോ. അതായത് നമുക്ക് ഇപ്പൊ ഈ ഒരു ഡേ എടുക്കാം. ഈ ഒരു ഡേയും ഈ നെക്സ്റ്റ് കാണുന്ന ഡേയുടെ ലാസ്റ്റ് 30 മിനിറ്റ് കണ്ടോ? ഇവര് തമ്മിലുള്ള റിലേഷൻ റീഡ് ചെയ്യാൻ പഠിക്കണം. എന്നാലേ ബിഗ് പ്ലേസിന്റെ സെന്റിമെന്റ് സ്ലോലി മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണ് ആ റിലേഷൻ റീഡ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് റിലേഷനിലേക്ക് വരാം. നമുക്ക് ആദ്യമേ ഈ കാണുന്ന, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ കാണുന്ന ലാസ്റ്റ് 30 മിനിറ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഞാനൊന്ന് റിമൂവ് ചെയ്യട്ടെ. ഇതാണ് നമ്മുടെ മാർക്കിന്റെ ആദ്യത്തെ 30 മിനിറ്റ്. ഈ 30 മിനിറ്റും സെക്കൻഡ്, ഈ ഒരു ഡേയിലെ 30 മിനിറ്റും കണ്ടോ? ഇത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കിയേ. അതായത് കൃത്യമായിട്ട് പറഞ്ഞാല് ഈ 30 മിനിറ്റിനേക്കാൾ എബോവ് ആണ് രണ്ടാമത്തെ 30 മിനിറ്റ്, അല്ലെ? ഒന്നുകൂടെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അതായത് ഈ ഒരു ഡേയിലെ 30 മിനിറ്റ് റേഞ്ച് ഇതല്ലേ, ലാസ്റ്റ് 30 മിനിറ്റ്, അതായത് 3 മണി മുതൽ 3:30 വരെയുള്ള റേഞ്ച്. അതിനേക്കാൾ ഹയർ അല്ലേ ഈ വന്നിരിക്കുന്ന ഡേയിലെ 30 മിനിറ്റ്, അല്ലേ? ലാസ്റ്റ് അരമണിക്കൂർ, അതായത് തലേ ദിവസത്തെ റേഞ്ചിനേക്കാൾ 30 മിനിറ്റ് റേഞ്ചിനേക്കാൾ 30 മിനിറ്റിനേക്കാൾ ഹയർ ആണ് നെക്സ്റ്റ് ഡേയിൽ വന്നിരിക്കുന്ന 30 മിനിറ്റ് റേഞ്ച്. അതായത് ഇത് എന്ത് റിലേഷൻ ആണ്? ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്?
ബുള്ളിഷ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. അതായത് കഴിഞ്ഞ ദിവസം മാർക്കറ്റിലെ ബിഗ് പ്ലേയേഴ്സ് തമ്മിൽ എഗ്രി ചെയ്തിരിക്കുന്ന ഏരിയ ഇതാണ്. എന്നാൽ ഇന്ന് അവർ എഗ്രി ചെയ്തിരിക്കുന്ന ഏരിയ കുറച്ചുകൂടെ ഹയർ ആണ്. അതെന്താ അങ്ങനെ? അതായത് അവരുടെ സെന്റിമെന്റിൽ എന്ത് വന്നിട്ടുണ്ട്? ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. 2 ദിവസം തമ്മിലാണ്, 2 ദിവസം ഒരുമിച്ചാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോ ഒരു ദിവസം അവര് ബിഗ് പ്ലേയേഴ്സ് തമ്മിൽ എഗ്രി ചെയ്യുന്ന ഏരിയയേക്കാൾ ഹയർ ആണ് നെക്സ്റ്റ് ഡേയുടെ എഗ്രിമെന്റ് ഏരിയ എന്നുണ്ടെങ്കിൽ ഇനി മാർക്കറ്റ് ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇത് എപ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്നത്? അടുത്ത ദിവസത്തേക്ക് വേണ്ടി. അതായത് നെക്സ്റ്റ് ഡേ, ഈ കാണുന്ന ഈ ഡേ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി അറിയില്ല. ഓക്കെ, അപ്പൊ ആ ഡേ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് 2 ഡേയിലെ ഈ 30 മിനിറ്റ് നമ്മൾ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തതിന് ശേഷം ഇവരുടെ റിലേഷൻ ഇവിടെ ഇപ്പൊ എന്താണ്? പോസിറ്റീവ് ആണ്. അതായത് ലാസ്റ്റ് 30 മിനിറ്റിനേക്കാൾ ഹയർ ആണ്. ഇനി അടുത്തതായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മാർക്കറ്റ് ഇനി ഹയർ പോകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ 2 റിലേഷൻ മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യണം. അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? അതായത് ഈ റിലേഷൻ, ഈ പോസിറ്റീവ് റിലേഷൻ മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാല് മാർക്കറ്റ് നെക്സ്റ്റ് ഡേയിൽ ഓപ്പണിംഗ് ഇതിന് എബോവ് ആയിരിക്കണം. ഓപ്പണിംഗ് എവിടെ ആയിരിക്കണം? ഈ അക്സെപ്റ്റൻസ് ഏരിയയില്, അല്ലെങ്കിൽ ലാസ്റ്റ് ഈ ഒരു 30 മിനിറ്റ്സിന് എബോവ് ആയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ബിഗ് പ്ലേയേഴ്സിന്റെ സെന്റിമെന്റ് നെഗറ്റീവ് ആണ്. ഓർക്കുക, ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഒന്നുകൂടെ ഓർക്കുക. ആദ്യം തന്നെ നമ്മൾ ഇവിടെ എന്താ മനസ്സിലാക്കിയത്? ഓക്കെ, സോറി. ആദ്യം തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഇവിടെ ലാസ്റ്റ് 30 മിനിറ്റ്, 2 ഡേ തമ്മിലുള്ള ലാസ്റ്റ് 30 മിനിറ്റ് റേഞ്ച് എന്താണ്? ഒരു ബുള്ളിഷ് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയിൽ എന്താ വേണ്ടത്? ഇത് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യണം? ഈ ഷിഫ്റ്റ് നടന്ന് റേഞ്ചിന് എബോവ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. എന്നാൽ ഇവിടെ എബോവ് ആണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്? അല്ല. ഇവിടെ എന്താ സംഭവിച്ചത് നോക്കി. ഇവിടെ മാർക്കറ്റ് ആ റേഞ്ചിന് ബിലോ ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആ ബുള്ളി ഷിഫ്റ്റിന് ബിലോ ഓപ്പണിംഗ്, ആദ്യത്തെ ക്യാൻഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതിന് ബിലോ ആണ് മാർക്കറ്റ്. അതായത് മാർക്കറ്റിലെ ബിഗ് പ്ലേസിന്റെ സെന്റിമെന്റ് എങ്ങോട്ട് പോയിരിക്കുന്നത്? നെഗറ്റീവ് സൈഡിലോട്ടാണ് പോയിരിക്കുന്നത്. ഇത് ഓർക്കുക, നെഗറ്റീവ് സൈഡിലോട്ടാണ് പോയിരിക്കുന്നത്, വിച്ച് ഈസ് നോട്ട് എ ഗുഡ് സൈൻ. ആ ഡേ കംപ്ലീറ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മാർക്കറ്റ് കണ്ടോ, ഇവിടെ വന്ന് ആ ഒരു റേഞ്ചിന് എബോവ് പോവാൻ മാർക്കറ്റ് താല്പര്യപ്പെടുന്നില്ല. ആ റേഞ്ചിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ കാണുന്നത്. കണ്ടോ? അപ്പൊ മാർക്കറ്റ് അപ്സൈഡ് പോകണമെങ്കിൽ ഇതുപോലെ ബുള്ളിഷ് ഷിഫ്റ്റുകൾ നടക്കണം. ഈ റേഞ്ചുകൾ തമ്മിൽ ബുള്ളിഷ് ഷിഫ്റ്റുകൾ നടക്കുകയും വേണം. ആ ഷിഫ്റ്റിനെ പിറ്റേ ദിവസം മാർക്കറ്റ് എന്ത് ചെയ്യണം? അതിനെ എബോവ് ഓപ്പൺ ചെയ്തുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുകയും വേണം. ഇത് സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് ഒരു ഇൻഡിക്കേറ്ററും വേണ്ടാതെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. പക്ഷെ നമ്മൾ എത്ര പേര് ഇത് ശ്രദ്ധിക്കാറുണ്ട്? നമ്മൾ എത്ര പേര് മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള റേഞ്ചസ് ശ്രദ്ധിക്കാറുണ്ട്? നമ്മൾ ശ്രദ്ധിക്കുന്നത് കുറവാണ്. നമ്മുടെ മാർക്കറ്റില് നമുക്ക് മനസ്സിലാവാതെ എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിഗ് പ്ലേസിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഇത്തരം കാര്യങ്ങൾ. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ദേ അടുത്ത 2 ഡേകൾ തമ്മിൽ നോക്കും. ഇപ്പൊ ഈ ഡേ നോക്കി. ഇനി നമുക്ക് ലാസ്റ്റ് ഈ 2 ഡേ തമ്മിൽ കമ്പയർ ചെയ്യാം. അടുത്ത ഡേക്ക്, ഈ ഡേക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഓർക്കുക, ഈ ഡേ എന്ത് സംഭവിക്കും, ഈ ഒരു ഡേ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല. ഓക്കെ, നമ്മൾ ലാസ്റ്റ് 2 ഡേ കമ്പയർ ചെയ്യാൻ പോകണം. ഇവിടെ നോക്കി, ലാസ്റ്റ് ഡേയുടെ 30 മിനിറ്റ് ഞാൻ മാർക്ക് ചെയ്യാണ്. ലാസ്റ്റ് 2 ഡേയുടെ 30 മിനിറ്റ്, ഈ ഡേയുടെയും ഈ ഡേയുടെയും 30 മിനിറ്റ് മാർക്ക് ചെയ്യാണ്. ഇവിടെ എന്താ എനിക്ക് മനസ്സിലാവുന്നേ? ഇവിടെ എന്ത് ഷിഫ്റ്റ് ആണ് നടന്നിരിക്കുന്നത്? അതായത് ഈ ഒരു ഡേറ്റില് മാർക്കറ്റില് ഇവിടെയാണ് ബിഗ് പ്ലേസ് എഗ്രി ചെയ്തിരിക്കുന്നത് അല്ലെ? എന്നാൽ നെക്സ്റ്റ് ഡേയില് അതിന് ബിലോ ആണ്. ഇവിടെ എന്ത് ഷിഫ്റ്റ് ആണ് നടന്നിരിക്കുന്നത്? ബുള്ളിഷ് ആണോ? ബുള്ളിഷ് ഷിഫ്റ്റ് ആണോ? ഒരിക്കലുമല്ല. ഇവിടെ നടന്നിരിക്കുന്നത് ബിയറിഷ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ്. ഇവിടെ നടന്നിരിക്കുന്ന ബിയറിഷ് ആയിട്ടുള്ള ഷിഫ്റ്റ് ആണ് നടന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഡേയില് മാർക്കറ്റ് എന്ത് ചെയ്യേണ്ടതുണ്ട്? മാർക്കറ്റ് വെറുതെ ബിയറിഷ് ഷിഫ്റ്റ് നടന്നാൽ മതിയോ? മാർക്കറ്റ് ഈ ഷിഫ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഇതിന് ബിലോ ആയിരിക്കണം. ദേ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. കണ്ടോ? മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് എല്ലാവർക്കും കാണാവുന്നതാണ്. ദേ ഇവിടുത്തെ ഫസ്റ്റ് ക്യാൻഡിൽ നോക്കി, ഫസ്റ്റ് ക്യാൻഡിൽ നോക്കി, ശ്രദ്ധിച്ചേ. എവിടെയാണ് ഫസ്റ്റ് ക്യാൻഡിൽ നോക്കി? ലാസ്റ്റ് ഡേയുടെ ബിലോ ആണ്. കണ്ടോ? ലാസ്റ്റ് ഡേയുടെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ
അതിന് ബിലോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി ലാസ്റ്റ് 2 ഡേ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് എന്ന് നമ്മൾ കണ്ടു. ഇനി മാർക്കറ്റിന്റെ ഓപ്പണിംഗ് സെന്റിമെന്റ് എന്ത് ചെയ്യാണ്? ആ നെഗറ്റീവ് ഷിഫ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ആ നെഗറ്റീവ് ഷിഫ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ മാർക്കറ്റ് നെഗറ്റീവ്നെസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സൈലന്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ ഇത് യൂഷ്വലി ഇത് എന്ത് ചെയ്യില്ല, ഇത് ശ്രദ്ധിക്കില്ല, ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. ഇനി മാർക്കറ്റിന് പോസിറ്റീവ് ആവണമെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം? വെറുതെ ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പോരാ, ഈ നെഗറ്റീവ് ഷിഫ്റ്റിനെ ബ്രേക്ക് ചെയ്യണം. കണ്ടോ, ഈ നെഗറ്റീവ് ഷിഫ്റ്റ് നടന്നേക്കുന്ന ആ റേഞ്ചുകൾ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ ലാസ്റ്റ് 2 ഡേയ്സിലെ? ഇതിനെ ബ്രേക്ക് ചെയ്താലേ മാർക്കറ്റിന് ഇനി എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷെ ഈ ഡേയിൽ എന്താ സംഭവിച്ചെന്ന് നോക്കിയേ, മാർക്കറ്റ് എക്സാക്ട്ലി മാർക്കറ്റിൽ എന്താ നടന്നെന്ന് നോക്കിയേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഓപ്പണിംഗ് തന്നെ നമുക്ക് എല്ലാം നെഗറ്റീവ് ആണ് തന്നത്. ഓപ്പണിംഗ് തന്നെ മാർക്കറ്റ് ആ നെഗറ്റീവ് പോയിന്റിലേക്ക് എത്തി, അവിടുന്ന് ഫോൾ ആണ് വന്നത്. ആ ഫോൾ ഏരിയ ഏതാണ്? നമ്മൾ നോക്കുമ്പോൾ ഏതോ ഒരു ഏരിയയിൽ നിന്ന് ഫോൾ വന്നു അല്ലെ? നമ്മൾ ഇതൊന്നും അറിയാതെ നോക്കുമ്പോൾ ഏതോ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിൽ ഫോൾ വന്നു. ഏതെങ്കിലും ഒരു ഏരിയ അല്ല അത്, ഏതെങ്കിലും ഒരു ഏരിയ അല്ല. മാർക്കറ്റിൽ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്, റീസൺസ് ഉണ്ട്. വെറുതെ അല്ല ഓരോന്നും നടക്കുന്നത്. മാർക്കല്ല ഫോൾ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ആ നെഗറ്റീവ് ഷിഫ്റ്റ് നടന്നിരിക്കുന്ന ഏരിയയിൽ നിന്നാണ് മാർക്കറ്റില് ഫോള് നടന്നിട്ടുള്ളത്. നമ്മളിത് ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ ഷിഫ്റ്റുകൾ ശ്രദ്ധിക്കാറില്ല. ഷിഫ്റ്റിനെ സംബന്ധിച്ച് ഓപ്പണിംഗ് എവിടെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കാറില്ല. ഇതൊക്കെ ബിഗ് പ്ലേയേഴ്സ് വാച്ച് ചെയ്യുന്ന, അവരെ എഗ്രി ചെയ്യുന്ന ഏരിയാസ് ആണ്. ഇതിനൊക്കെ മാർക്കറ്റിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതായിട്ട് കൂടുതൽ എക്സാമ്പിൾ നോക്കാം. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൂടുതൽ ഒന്ന്, ഇപ്പൊ നമ്മളിപ്പോ 2 നോക്കില്ല, നമുക്ക് അടുത്ത് നോക്കാം, അടുത്ത് ചെക്ക് ചെയ്യാം. ഇനി ഈ 2 ഡേ തമ്മിൽ കമ്പയർ ചെയ്യാം. ഈ ഒരു ഡേയുടെ ക്ലോസ് ഏതാണ്? ദേ ഇതാണ് അല്ലെ? ഈ ഒരു ഡേയുടെ ക്ലോസ് എന്ന് പറയുന്നത് ദേ ഇതാണ് ക്ലോസിംഗ് റേഞ്ച്. ലാസ്റ്റ് 30 മിനിറ്റിന്റെ ക്ലോസിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ലാസ്റ്റ് അരമണിക്കൂറാണ് മാർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് അരമണിക്കൂർ ദേ ഇതാണ് 3 മണിയുടെ ക്യാൻഡില്, ഇതാണ് 3:30 ക്യാൻഡില്. ഇനി അടുത്തതായിട്ട് ദേ അവസാനത്തെ ഡേയുടെ ഇതാണ്. ഇത് രണ്ടും തമ്മിൽ എന്ത് ഷിഫ്റ്റ് ആണ് നടന്നിട്ടുള്ളത്? ഇവര് തമ്മിലുള്ള ഷിഫ്റ്റ് എന്താണ്? ഇതാണ് നമ്മുടെ പ്രീവിയസ് മുൻപുള്ള ഒരു ഡേ, ഇതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്ന രണ്ടാമത്തെ ഡേ. ഇവര് തമ്മിലുള്ള ഷിഫ്റ്റ് എന്താണ്? നെഗറ്റീവ് ഷിഫ്റ്റ് അല്ലേ? അതായത് ഇതിനേക്കാൾ ബിലോ ആണ് ഈ ദിവസം ബിഗ് പ്ലേയേഴ്സ് തമ്മിൽ എഗ്രി ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ലേ ബിലോ ആണെന്നുള്ളത്? ക്ലിയർ അല്ലേ? വളരെ ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഷിഫ്റ്റ് മാത്രം മതിയോ? നമുക്ക് ഓപ്പണിംഗ് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഡേയിലെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് നമ്മൾ വാച്ച് ചെയ്യാണ്. നെക്സ്റ്റ് ഡേയിലെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് വാച്ച് ചെയ്യുമ്പോൾ എവിടെയാ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്? ഇതിന് എബോവ് ആണോ? അല്ല. ഇതിന് ബിലോ ആണോ? മാർക്കറ്റ് ഇതിന് ബിലോ ആണോ വന്നിരിക്കുന്നത്? അല്ല. എബോവ് അല്ല, ബിലോ അല്ല, ഇതിനുള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് ന്യൂട്രൽ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് ആവണമെങ്കിൽ ഇതിന് ബിലോ, പോസിറ്റീവിന് ഇതിന് എബോവ് ആണെന്നുള്ളത് പറഞ്ഞു. പക്ഷെ മാർക്കറ്റ് ന്യൂട്രൽ ആയിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ലാസ്റ്റ് 30 മിനിറ്റ് റെസ്പെക്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, ഈ റേഞ്ച് മാർക്ക് ചെയ്തേക്കുന്ന ഏതെങ്കിലും റേഞ്ച് അല്ല, ക്ലോസിംഗ് റേഞ്ച്. മുൻപത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ലാസ്റ്റ് 30 മിനിറ്റ് ക്ലോസിംഗ് റേഞ്ച് ആണ്. ഇതാണ് 3 മണിയുടെ ക്യാൻഡില്, ഇതാണ് 3:30 ക്യാൻഡില്. മാർക്കറ്റ് എക്സാക്ട്ലി ആ ഒരു ഫെയർ വാല്യൂവിനെ റെസ്പെക്ട് ചെയ്യുന്നത് കണ്ടോ? ആ ഫെയർ വാല്യൂവിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നത് കണ്ടോ? റെസ്പെക്ട് ചെയ്ത് പോകുന്നത് കണ്ടോ? നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത പോയിന്റുകളല്ലേ ഇത്? നമ്മൾ എത്ര പേര് ഇത്തരം പോയിന്റുകൾ ശ്രദ്ധിക്കാറുണ്ട്? അതുകൊണ്ടാണ് പറയുന്നത് മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത, എന്നാൽ ബിഗ് പ്ലേയേഴ്സ് വാച്ച് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുന്ന കുറച്ചെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറയുക. എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നിരുന്നു, അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ബ്രേക്ക് വന്നത് വീഡിയോ ഇടുന്നതിൽ കേട്ടോ. ഇപ്പോൾ അത് മാറി, അത് റിക്കവർ ആയി. അപ്പൊ ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എനിക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്നുണ്ടെങ്കിൽ അത് കമന്റിൽ പറയുക. ഉപയോഗപ്പെടുന്നുണ്ട് ഇതിന്റെ കണ്ടിന്യൂവേഷൻ, കാരണം ഇതിപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇതിന്റെ കണ്ടിന്യൂവേഷൻ വേണം. ഇത് ഉപകാരപ്പെടുന്നുണ്ട്, കുറച്ചെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ബിലോ കൊടുത്തിരിക്കാം. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ.